എല്ലാവർക്കും മാസ്റ്റർ കെ അക്കാദമിയുടെ അടുത്തൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ എടുക്കാൻ പോകുന്നത് ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ്. ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ്. ഓക്കെ, എല്ലാവരും പേനയും ബുക്കൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്കോട്ട് കിടക്കാം. ഓക്കെ, റീപ്രൊഡക്ഷൻ എന്താണ് റീപ്രൊഡക്ഷൻ? ഇറ്റ്സ് എ പ്രോസസ് ബൈ വിച്ച് our genetic material is passed on from one generation to the next generation. This maintains a continuation of species. It involves passing of genetic material from parent cells to daughter cells. This process requires the sperm from the male and the egg from the female. The fertilization is the process of union of a male sperm and female ovum to produce a fertilized egg or zygote. When fertilization occurs, the zygote will possess 46 chromosomes, an ovum carrying 23 chromosomes and the sperm carrying 23. അല്ലെ, എന്താണ് ഈ റീപ്രൊഡക്ഷൻ? റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ് ആണ് അല്ലെ. ഒരു ജനറ്റിക് മെറ്റീരിയൽസ് അല്ലെങ്കിൽ നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽസ് നമ്മളിൽ നിന്നും അടുത്തൊരു ജനറേഷനിലേക്ക്, ഒരു നെക്സ്റ്റ് ജനറേഷനിലേക്ക് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് അടുത്തൊരു ഓഫ്സ്പ്രിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്കൊരു പാരമ്പര്യം നിലനിർത്താൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ ഒരു റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് നമുക്ക് പാരന്റ് സെൽസ് വേണം അല്ലെ, ഒരു അപ്പനും അമ്മയും വേണം. അതേപോലെ തന്നെ എന്താണ്, ഒരു മെയിലിൽ നിന്നും സ്പേം വേണം, അതേപോലെ തന്നെ ഫീമെയിലിൽ നിന്നും എഗ് വേണം. ഈ മെയിലിൽ നിന്നുള്ള സ്പേമും എഗ്ഗും കൂടെ കൂടിയിട്ട് ഫെർട്ടിലൈസ് ചെയ്തിട്ട് ഒരു സൈഗോട്ട് ഉണ്ടാവുന്നു. ദെൻ ആ സൈഗോട്ടിൽ നിന്നാണ് ബാക്കിയുള്ള കഥകളൊക്കെ നടക്കുന്നത് അല്ലെ. സോ വേറൊരു കാര്യം കൂടി നമുക്കറിയാം, മദറിൽ നിന്നും അല്ലെ 23 ക്രോമസോംസും അപ്പനിൽ നിന്നും 23 ക്രോമസോംസും കൂടെ വന്ന് അങ്ങനെ ടോട്ടൽ ഒരാൾക്ക് ഒരു ഓഫ്സ്പ്രിങ് ഉണ്ടാവുമ്പോൾ ഒരു 46 ക്രോമസോംസ് ആണ് ഉണ്ടാവുക. ഈ ഒരു മൊത്തത്തിലുള്ള ഈ ഒരു സൈക്കിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ റീപ്രൊഡക്ഷനിൽ ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ്. ഓക്കെ, ഈ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ എന്തൊക്കെയുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മളെല്ലാവരും അനാറ്റമിയിൽ പഠിച്ചതാണ്. എങ്കിലും ടെസ്റ്റിസ് ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് സീരീസ് ഓഫ് ഡക്റ്റുകളും കുറച്ച് സീരീസ് ഓഫ് ആക്സസറി ഗ്ലാൻസുകളെല്ലാം ചേർന്നതാണ് ഒരു മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ സ്പേം എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടെസ്റ്റിസിലാണെങ്കിലും അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് റീപ്രൊഡക്റ്റീവ് ഡക്ട്സ് ത്രൂ ആണ്. ഈ സ്പേം ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അതായത് എന്തൊക്കെയാണ്? എപ്പിഡൈഡിമിസ്, ഡിഫറെന്റ് ഡക്ട്, ഇജാക്കുലേറ്ററി ഡക്ട്, യുറേത്ര, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഈ സ്പേമിനെ അങ്ങ് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ കുറച്ച് ആക്സസറി ഗ്ലാൻഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ടാണ് സെക്രീഷൻസ് പ്രൊഡ്യൂസ് ചെയ്ത് ഈ ഒരു സ്പേമിന് വേണ്ടിയിട്ട് സെക്രീഷൻസ് പ്രൊഡ്യൂസ് ചെയ്ത് അതിനെ എപ്പോഴും മോയ്സ്ചറൈസ് ചെയ്ത് നിർത്താൻ, ന്യൂട്രീഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ, അതുപോലെ അതിന്റെ മൂവ്മെന്റിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ കുറച്ച് സെക്രീഷൻസും ഈ ആക്സസറി ഗ്ലാൻഡ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ഈ ഫൈനൽ ആയിട്ടുള്ള ഈ ഒരു സെമൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് യുറേത്രയിലേക്ക് കൂടിയാണ് എന്ത് ചെയ്യുന്നത്? പുറത്തേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതായിരുന്നു ഒരു മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ടോട്ടലി ഉണ്ടാവുന്ന ഒരു കഥ. ഇനി നമുക്ക് ഓരോന്നായിട്ട് കാണാം. അപ്പൊ എന്തൊക്കെയായിരുന്നു ഓർഗൻസ് ഓഫ് ദി മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തില്? ഓർഗൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു? സ്ക്രോട്ടം ഉണ്ട്, പെനിസ്, ടെസ്റ്റിസ്, എപ്പിഡൈഡിമിസ്, ഡിഫറെന്റ് ഡക്ട്, ഇജാക്കുലേറ്ററി ഡക്ട്, seminal vesicles, prostate gland and bulbourethral glands and urethra. ഇത്രയായിരുന്നു നമുക്ക് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലുള്ള ഓർഗൻസ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു എന്തൊക്കെയായിരുന്നു ഓർഗൻസ് എന്ന്. നോക്കിക്കേ, ഒരു പെനിസ് ഉണ്ട്, ദെൻ തൊട്ട് പെനിസിന്റെ ബിഹൈൻഡ് ആയിട്ട്, പെനിസിന്റെ ബാക്കിലായിട്ട് സ്ക്രോട്ടം ഉണ്ട്. ഇത് തന്നെയാണ്, ഈ ഒരു പൗച്ചിനെയാണ് നമ്മൾ സ്ക്രോട്ടം എന്ന് പറയുന്നത്. ഈ ഒരു സ്കിന്നിന്റെ പൗച്ചിനെയാണ് നമ്മൾ സ്ക്രോട്ടം എന്ന് പറയുന്നത്. ദെൻ സ്ക്രോട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ക്രോട്ടത്തിന്റെ ഉള്ളില് ടെസ്റ്റിസ് ഉണ്ട്. ഈ ഒരു ബോൾ പോലുള്ള പാർട്ടിനെയാണ് നമ്മൾ ടെസ്റ്റിസ് എന്ന് പറയുന്നത്. അതിനെ കവർ ചെയ്തുകൊണ്ട് ചെറിയ ചെറിയ നൂലുകൾ പോലെ നമ്മുടെ എപ്പിഡൈഡിമിസ് ഉണ്ട്. ദെൻ എപ്പിഡൈഡിമിസിൽ നിന്നും ഇങ്ങനൊരു ഡക്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. സ്ക്രോട്ടത്തിന്റെ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേം വന്ന് ഇതിലേക്കൂടെ ഈ ഡക്റ്റിൽ കൂടെ ഇങ്ങ് പാസ് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ സെമിനൽ വെസിക്കിൾസ് ഉണ്ട്. അവിടെ കുറച്ച് സെക്രീഷൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് നേരെ ഇജാക്കുലേറ്ററി ഡക്ട് വഴി യുറേത്രയിലേക്ക് വരുന്നു. കണ്ടോ, ഇവിടെ ബ്ലാഡർ ആണ് ഇരിക്കുന്നത്, ബ്ലാഡറിന്റെ തൊട്ട് താഴെ യുറേത്രയിലേക്ക് വരുന്നു. അതിനെ ചുറ്റിപ്പറ്റി ആരി കിടക്കുന്നുണ്ട്. കണ്ടോ, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഉണ്ട്. ഇവിടെ നിന്നും സെക്രീഷൻസ് വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നു.
അങ്ങനെ ടോട്ടൽ ആയിട്ടുള്ള അപ്പോഴേക്കും അവൻ എന്താവുന്നു 7 ആവുന്നു. അവൻ ഇങ്ങനെ വന്ന് യുറേത്രയിൽ കൂടെ പെനിസിന്റെ ആ ഒരു ഹെഡിൽ കൂടെ യുറേത്രയിൽ കൂടെ പുറത്തു പോകുന്നു. അപ്പൊ ഇതായിരുന്നു ഒരു മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നും എന്താണെന്ന് കാണാം. സ്ക്രോട്ടം എന്ന് പറയുന്നത് എന്തായിരുന്നു? സ്ക്രോട്ടം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞായിരുന്നു ഞാന്. സ്ക്രോട്ടം എന്ന് പറയുന്നത് ഒരു ലൂസ് പൗച്ചാണ് അല്ലെ, ഒരു സ്കിന്നിന്റെ സാക്ക് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് പോലെ നമുക്ക് തോന്നും. അത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റിസിനെ കവർ ചെയ്യുന്ന ഒരു ലൂസ് പൗച്ചാണ് ഇൻ ബിറ്റ്വീൻ അപ്പർ തൈസ് അല്ലെ. അതേപോലെ തന്നെ ഈ സ്ക്രോട്ടം എന്ന് പറയുന്നത് പെനിസിന്റെ തൊട്ട് ബാക്കിലായിട്ട് വരും. സ്ക്രോട്ടം എന്തിനു വേണ്ടിയിട്ടാണ് ഒരു സ്ക്രോട്ടം വന്ന് കൊടുത്തിരിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ടെസ്റ്റിസിനെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. ടെസ്റ്റിസ് ആണ് അതിന്റെ ഉള്ളിൽ ഇരിക്കുന്നത്. അതെന്തിനു വേണ്ടിയിട്ട്? അപ്പോഴും ടെസ്റ്റിസ് പുറത്തു വന്നത് എന്തുകൊണ്ടാ? ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പേം എല്ലാം ചത്തുപോകും അല്ലെ. സ്പേം എന്ന് പറയുന്ന ഒരു വയബിൾ ആണ്. സോ ഈ സ്പേം എല്ലാം ചത്തുപോയി കഴിഞ്ഞാൽ വീണ്ടും അടുത്തൊരു ഓഫ്സ്പ്രിങ് അല്ലെങ്കിൽ അടുത്തൊരു ജനറേഷൻ ഉണ്ടാവാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ സ്ക്രോട്ടത്തിന്റെ ഉള്ളിൽ ടെസ്റ്റിസ് വെച്ചിട്ട് ദൈവം പുറത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്തുണ്ടാവുന്നു? ഈ ടെസ്റ്റിസിന്റെ അതായത് ഈ സ്ക്രോട്ടത്തിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 96 ഡിഗ്രി ഫാരൻഹീറ്റ് ആയിരിക്കും. അതെന്ന് പറയുന്നത് തന്നെ നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനെക്കാട്ടിലും കുറവാണ്. ബോഡി ടെമ്പറേച്ചർ നോർമൽ ടെമ്പറേച്ചർ എത്രയാ? 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലേ ബോഡി ടെമ്പറേച്ചർ നമ്മുടെ നോർമല്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, സ്ക്രോട്ടത്തിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 96 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അപ്പൊ അത് നമ്മുടെ ശരീര താപനിലയെക്കാട്ടിലും കുറവാണ്. സോ എന്താണ്? ആ ഒരു സ്പേമിന്റെ വയാബിലിറ്റി, അതായത് അത് മരിച്ചു പോവാതെ ചത്തുപോവാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടെമ്പറേച്ചർ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഈ കുഞ്ഞു പിള്ളേരൊക്കെ ആൺപിള്ളേരുണ്ടാവുമ്പോൾ ടെസ്റ്റിസ് ഡിസെൻഡഡ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും പീഡിയാട്രിഷ്യൻസ് വന്നിട്ട്. കാരണം എന്താ? ഭാവിയിൽ അവർക്കൊരു ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് ടെസ്റ്റിസ് ഡിസെൻഡഡ് ആണോ നോക്കും. ഓക്കെ, സോ സ്ക്രോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായല്ലോ, ഒരു സ്കിന്നിന്റെ പൗച്ചാണ്. അത് ടെസ്റ്റിസിനെ കീപ്പ് ചെയ്യുന്ന ഒരു സ്കിന്നിന്റെ പൗച്ചിനെയാണ് നമ്മൾ സ്ക്രോട്ടം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പെനിസ്. പെനിസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? പെനിസ് എന്ന് പറയുന്നത്, പെനിസിന് നമുക്ക് അറിയാം ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഒന്ന് എന്ത് യൂറിനേഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ രണ്ട് ഇറ്റ് ഡെലിവേഴ്സ് സ്പേം ഇൻ ടു ദി വജൈന അല്ലെ. അതിനുമാണ് ഈ പെനിസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പെനിസ് എന്ന് പറയുന്നത് ഒരു സിലിണ്ട്രിക്കൽ ഇൻ ഷേപ്പ് ആയിരിക്കും. കൂടാതെ 3 പാർട്ടാണ് ഈ പെനിസിനുള്ളത്. ഹെഡ് ഉണ്ട്, ഹെഡിന് വേറെ ഒരു പേരും കൂടെ നമ്മൾ പറയും, ഗ്ലാൻസ് പെനിസ് എന്ന് പറയും ആ ഒരു ഹെഡിനെ. ദെൻ ബോഡി ഉണ്ട്, റൂട്ട് ഉണ്ട്. അങ്ങനെ 3 പാർട്ടായിട്ടാണ് ഈ ഒരു പെനിസ് വരുന്നത്. അതുപോലെ ഗ്ലാൻസ് പെനിസ് അല്ലെങ്കിൽ ഹെഡ് എന്ന് പറയുന്നത്, പെനിസിന്റെ ഹെഡ് അല്ലെങ്കിൽ ഗ്ലാൻസ് പെനിസ് എന്ന് പറയുന്നത് ഒരു ലൂസ് സ്കിൻ വെച്ചിട്ടാണ് നമ്മൾ ആ ലൂസ് സ്കിൻ വെച്ചിട്ടാണ് അത് കവർ ചെയ്തിട്ടുണ്ടാവുക. അതിനെയാണ് ഫോർ സ്കിൻ എന്ന് പറയുന്നത്. അതായത് അത് ബാക്കിലോട്ട് റിട്രാക്ട് ചെയ്യുന്ന ഒരു സംഭവമായിരിക്കും. സോ അതിനെയാണ് നമ്മൾ ഫോർ സ്കിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രിപ്യൂസ് എന്ന് പറയും. ഓക്കെ, ഇനി ഇന്റേണലി നോക്കുവാണെങ്കിൽ, പെനിസിന്റെ ഇന്റേണലി നമ്മൾ നോക്കുവാണെങ്കിൽ ഇതെന്ന് പറയുന്നത് ഒരു സിലിണ്ട്രിക്കൽ മാസസ് ആണ്. അതുപോലെ സ്പഞ്ചി ടിഷ്യൂസ് ആയിരിക്കും. സ്പഞ്ചി ടിഷ്യൂസ് ആണ്. കൂടാതെ എന്താണ് ബ്ലഡ് സൈനസസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സ്പഞ്ചി ടിഷ്യൂസ് ആണ് ഈ ഒരു പെനിസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ശരിക്കും പറഞ്ഞാൽ പെനിസിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ യൂറിനേഷൻ ആൻഡ് ടു ഡെലിവർ സ്പേം ഇൻ ടു ദി വജീന. ഇതായിരുന്നു ഫംഗ്ഷൻസ്. ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് സിലിണ്ടറിക്കൽ ഷേപ്പ് ആണ്. 3 പാർട്ടായിട്ടാണ് വരുന്നത്. ഹെഡ് ഉണ്ട്, ബോഡി ഉണ്ട്, റൂട്ട് ഉണ്ട്. ഹെഡിനെ നമ്മൾ ഗ്ലാൻസ് പെനിസ് എന്ന് പറയും. ഈ ഗ്ലാൻസ് പെനിസിന്റെ അവിടെ ഒരു ലൂസ് ആയിട്ടുള്ള ഒരു സ്കിൻ ഉണ്ട്. അതിനെ നമ്മൾ ഫോർ സ്കിൻ അല്ലെങ്കിൽ പ്രിപ്യൂസ് എന്ന് പറയും. ഇതാണ് ഈ റിട്രാക്ട് ചെയ്ത് ബാക്കിലോട്ട് പോകുന്നത്. ഓക്കെ, ഈ ഒരു ബ്ലഡ് ഫ്ലോ ഒക്കെ, അതായത് പെനിസിലേക്കുള്ള ബ്ലഡ് ഫ്ലോ എന്ന് പറയുന്നത് എന്താ, ഈ സൈനസസ് വഴിയിട്ടുള്ളത് മിനിമൽ ആയിരിക്കും. ഇനി ഈ നോക്കിക്കേ, ദ പെനിസ് ഈസ് ലൂസ് ആൻഡ് സോഫ്റ്റ് ആണ് അല്ലെ. പെനിസ് എന്ന് പറയുന്നത് ലൂസ് ആയിരിക്കും ആൻഡ് സോഫ്റ്റ് ആയിരിക്കും. ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് ഈ പെനിസ് എന്ന് പറയുന്നത്. പക്ഷെ ഇൻ കേസ് ഓഫ് സെക്ഷൽ സ്റ്റിമുലേഷൻ അല്ലെ, ഒരു സെക്ഷൽ സ്റ്റിമുലേഷന്റെ സമയത്ത് ഇത് എന്ത് ചെയ്യുന്നു? ഈ ഒരു ബ്ലഡ് ആർട്ടറീസ് ഒക്കെ നമ്മൾ പറഞ്ഞു, ഒരുപാട് സൈനസസ് ഒക്കെ അതായത് ബ്ലഡ് സൈനസസ് ഒക്കെ അല്ലെങ്കിൽ ബ്ലഡ് ആർട്ടറീസ് ഒക്കെ ഈ പെനിസിലുണ്ട്. അതേപോലെ തന്നെ പക്ഷെ ഇത് പെനിസിന്റെ നോർമൽ ആയിട്ടുള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലൂസ് ആയിട്ടുള്ള സോഫ്റ്റ് ടിഷ്യൂസ് ആണ്. പക്ഷെ ഒരു സെക്ഷൽ സ്റ്റിമുലേഷൻ ട്രിഗർ ചെയ്യുമ്പോൾ ഇത് എന്തുണ്ടാവുന്നു? ഈ ബ്ലഡ് ആർട്ടറീസ് ഒക്കെ എന്ത് ചെയ്യുന്നു? ഡയലേറ്റ് ആവുന്നു അല്ലെ. ഡയലേറ്റ് ആവുന്നു, അവിടേക്കുള്ള ബ്ലഡ് ഫ്ലോ ഭയങ്കരമായിട്ട് കൂടുന്നു അല്ലെ.
വിഗ്രസ്ലി അത് ബ്ലഡ് ഫ്ലോ മുഴുവനും കൂടുന്നു. സോ അപ്പൊ എന്തുണ്ടാവുന്നു, ഈ ബ്ലഡ് സൈനസസ് ഒക്കെ നമ്മൾ പറഞ്ഞായിരുന്നു, ബ്ലഡ് സൈനസസ് ഒരുപാട് ബ്ലഡ് സൈനസസ് ഉണ്ടെന്ന്. അപ്പൊ ഈ ബ്ലഡ് സൈനസസ് ഒക്കെ ബ്ലഡ് കൊണ്ട് അങ്ങ് ഫില്ലാവും അല്ലെ, ഭയങ്കരമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ബ്ലഡ് കൊണ്ട് അങ്ങ് ഫില്ലാവും. അപ്പൊ എന്തുണ്ടാവുന്നു, അങ്ങനെയാണ് ഈ പെനിസ് എന്ന് പറയുന്നത് ഇറക്റ്റഡ് ആവുന്നത്. ഓക്കെ, അപ്പൊ എന്തായിരുന്നു നമുക്കറിയാം, എന്തായിരുന്നു ഈ പെനിസിൽ ഒരുപാട് ബ്ലഡ് സൈനസസ് ഉണ്ട്, ആർട്ടറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ദ പെനിസ് ഈസ് ലൂസ് ആൻഡ് സോഫ്റ്റ് അല്ലെ. പക്ഷെ ഇൻ ദ കേസ് ഓഫ് സെക്ഷൽ സ്റ്റിമുലേഷൻ, അപ്പൊ എന്തുണ്ടാവുന്നു, സെക്ഷൽ സ്റ്റിമുലേഷൻ വിൽ ട്രിഗർ ദ ഡയലേഷൻ ഓഫ് ദി ബ്ലഡ് ആർട്ടറീസ് ഇൻ ദി പെനിസ് അല്ലെ. സോ എന്തുണ്ടാവുന്നു, ഈ ബ്ലഡ് സൈനസസ് ഒക്കെ ഫിൽഡ് വിത്ത് ബ്ലഡ് ആൻഡ് ദ പെനിസ് ബിക്കം ഇറക്റ്റ്. അങ്ങനെയാണ് സംഭവം ഇറക്റ്റ് ആവുന്നത്. ഓക്കെ, ദെൻ ഇനി സോഫ്റ്റ് ആയിട്ട് ഇരുന്നുള്ള പെനിസ് എങ്ങനെയാവുന്നു, സ്റ്റഫ് ആൻഡ് ഫേം ആവുന്നു. ഓക്കെ ഓക്കെ, ടെസ്റ്റിസ്. ടെസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടെസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാം. ഈച്ച് ടെസ്റ്റിസ് ഈസ് കവേർഡ് ബൈ എ ക്യാപ്സൂൾ ഓഫ് കണക്റ്റീവ് ടിഷ്യൂ കോൾഡ് ദ ട്യൂനിക്ക albuginea, which extends inward to form a series of compartments called lobules. Each lobule contains 1 to 3 convoluted seminiferous tubules in which spermatogenesis occurs. Spermatogenesis begins from spermatogonia. It is divided to form primary spermatocytes. അല്ലെ, ഓക്കെ. ടെസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ടെസ്റ്റിസ് എന്ന് പറഞ്ഞാൽ 2 ടെസ്റ്റിസ് ആണ് ഉള്ളത്. ഓരോ ടെസ്റ്റിസിലും, ടെസ്റ്റിസ് എന്ന് പറയുന്നത് എന്തോ ഒരു ക്യാപ്സ്യൂൾ കണക്റ്റീവ് ടിഷ്യൂസ് കൊണ്ടാണ് കവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഒരു കണക്റ്റീവ് ടിഷ്യൂവിനെ നമ്മൾ പറയും ട്യൂനിക്ക ആൽബുജിനിയ. അത് മാത്രമല്ല, അതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് അല്ലെ, ഇൻവേർഡ് ഉള്ളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. ആ ഒരു കുറച്ച് സീരീസ് ഓഫ് കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്, അതിന് നമ്മൾ ലോബ്യൂൾസ് എന്ന് പറയും. ഇനി അതുപോലെ തന്നെ ഈച്ച് ലോബ്യൂളിലും ഏകദേശം 1 മുതൽ 3 വരെയുള്ള കൺവല്യൂട്ടഡ് ആയിട്ടുള്ള സെമിനിഫറസ് ട്യൂബുൾസ് ഉണ്ട്. അതുപോലെ തന്നെ അവിടെയാണ് സ്പെർമാറ്റോജെനിസിസ് ഒക്കെ ഉണ്ടാവുന്നത്. എവിടെ വെച്ചിട്ടാണ് സ്പെർമാറ്റോജെനിസിസ് ഉണ്ടാവുന്നത്, സെമിനിഫറസ് ട്യൂബുൾസ്. എവിടെ വെച്ചിട്ടാണ് സ്പെർമാറ്റോജെനിസിസ് ഉണ്ടാവുന്നത്, സെമിനിഫറസ് ട്യൂബുൾസ്. ഓക്കെ, സ്പെർമാറ്റോജെനിസിസ് എന്ന് വെച്ചാൽ എന്താണ്, ദ ഫോർമേഷൻ ഓഫ് സ്പേം അല്ലെ. സ്പെർമാറ്റോജെനിസിസ് എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ ഓഫ് സ്പേംസ്. അപ്പൊ ഈ ഫോർമേഷൻ ഓഫ് സ്പേം അല്ലെങ്കിൽ സ്പെർമാറ്റോജെനിസിസ് ഉണ്ടാവുന്നത് എവിടെ വെച്ചായിരുന്നു, സെമിനിഫറസ് ട്യൂബുൾസ്. ഓക്കെ, അപ്പൊ ഈ സ്പെർമാറ്റോജെനിസിസ് അല്ലെങ്കിൽ ഫോർമേഷൻ ഓഫ് സ്പേം എന്ന് പറയുന്നത് ബിഗിൻസ് ഫ്രം, നമ്മൾ പറഞ്ഞായിരുന്നു, സെമിനിഫറസ് ട്യൂബുൾസിൽ വെച്ചിട്ടാണ്. ഇനി ഇതിനെ രണ്ട് സ്പെർമാറ്റോസൈറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്സ് ആയിട്ട് അല്ലെ, ഇറ്റ് ഡിവൈഡഡ് ടു ഫോം പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്സ്. അതായത് നമ്മൾ പറഞ്ഞായിരുന്നു, സ്പെർമാറ്റോജെനസിസ് സെമിനിഫറസ് ട്യൂബുൾസിൽ വെച്ചിട്ട് സ്പെർമാറ്റോജെനസിസ് ഉണ്ടാവുന്നു, മീൻസ് ഫോർമേഷൻ ഓഫ് സ്പേം ഫോം ചെയ്യുന്നു. എന്നിട്ട് ഏറ്റവും ആ ഒരു സ്പേം ഫോം ചെയ്യുന്നത് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്സ് എന്ന് പറയും നമ്മളെ. ആ ഒരു സ്പെർമാറ്റോസൈറ്റ്സ് ഫോം ചെയ്യുന്നു. ഈ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്സ് വീണ്ടും എന്തുണ്ടാവുന്നു, സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സ് ആവുന്നു. അതെങ്ങനെ വെച്ചിട്ടാണ്, അത് കഴിഞ്ഞ് എന്തുണ്ടാവുന്നു, സ്പെർമാറ്റിഡ്സ് ആവുന്നു. ഓക്കെ, അപ്പൊ 3 സ്റ്റേജസ് ആയിട്ടാണ് ഒരു സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്പേം എന്ന് പറയുന്നത് 3 ഘട്ടങ്ങളുണ്ട്. അപ്പൊ എന്തായിരുന്നു, ആദ്യം സെമിനിഫറസ് ട്യൂബുൾസ് വെച്ചിട്ട് എന്തുണ്ടാവുന്നു, സ്പേം എന്ന് പറയുന്ന അത് ആ ഒരു ഫോർമേഷൻ നടക്കുന്നു. ഏറ്റവും ഫസ്റ്റ് എന്താണ്, അത് സ്പെർമാറ്റോഗോണിയയിൽ വെച്ചിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ ഒരു സ്പേമിന്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് അവര് ഏറ്റവും ഫസ്റ്റ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്സ് എന്ന രൂപത്തിലാവുന്നു, അത് കഴിഞ്ഞ് അവര് വീണ്ടും സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സ് എന്ന രൂപത്തിലാവുന്നു. ദെൻ അത് കഴിഞ്ഞ് എന്തുണ്ടാവുന്നു, സ്പെർമാറ്റിഡ്സ് എന്ന രൂപത്തിലേക്കാവുന്നു. ഇനി ഈ സ്പെർമാറ്റിഡ്സ് ആണ് വീണ്ടും ഡെവലപ്പ് ചെയ്ത് മെച്യൂർ ആയിട്ടുള്ള സ്പേം സെൽസ് ആവുന്നത്, അതായത് സ്പെർമാറ്റോസോവ ആവുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. ഈ ടെസ്റ്റിസിലെ ഒരു ടെസ്റ്റിസിനെ കവർ ചെയ്തുകൊണ്ട് ഒരു കണക്റ്റീവ് ടിഷ്യൂസ് ഉണ്ട്, അതിനെ ട്യൂനിക്ക ആൽബുജിനിയ എന്നൊക്കെ പറയും. അത് അത് എക്സ്റ്റെൻഡ് ചെയ്ത് ഇൻവേർഡ് ചെയ്ത് അത് എന്തുണ്ടാവുന്നു, നമ്മുടെ ലോബ്യൂൾസ് ഒക്കെ ഫോം ചെയ്യുന്നു. ലോബ്യൂൾസ് ഒക്കെ ഫോം ചെയ്ത് അത് അതിന്റെ ഓരോ ലോബിലും അല്ലെ, ഓരോ ലോബിലും ഒരുപാട്
കൺവല്യൂട്ടഡ് സെമിനിഫറസ് ട്യൂബൂൾസ് ഉണ്ട്. ഓക്കെ, കൺവല്യൂട്ടഡ് സെമിനിഫറസ് ട്യൂബൂൾസ് ഉണ്ട്. ഈ ട്യൂബൂൾസിൽ വെച്ചിട്ടാണ് സ്പേമിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാവുന്നത്. ഏറ്റവും ഫസ്റ്റ് സ്പേം എന്ന് പറയുന്നത് പ്രൈമറി സ്പെർമറ്റോസൈറ്റ്സ് എന്ന രൂപത്തിലും, രണ്ടാമത് അത് ഒന്നും കൂടെ മെച്ചൂർ ആവുമ്പോൾ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സ് എന്ന രൂപത്തിലും, മൂന്നാമത് അവൻ ഒന്നും കൂടി വലുതാകുമ്പോൾ സ്പെർമാറ്റിഡ്സ് എന്ന രൂപത്തിലും, ഏറ്റവും നാലാമത്തെ വട്ടം അവൻ ഒന്നും കൂടെ മെച്ചൂറായി സ്പേം സെൽ അല്ലെങ്കിൽ സ്പെർമാറ്റോസോവ എന്ന രൂപത്തിലേക്കും വരുന്നു. ഓക്കെ, ഇനി എന്താണ് കാണിച്ചു തരാം ഞാനപ്പം. എന്തായിരുന്നു നമ്മൾ പറഞ്ഞായിരുന്നു, ടെസ്റ്റിസിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഈ ടെസ്റ്റിസ് എന്ന് പറയുന്നത് ഇതേ കണ്ടോ, ഇത് മൊത്തത്തിലാണ് ഈ ടെസ്റ്റിസ് എന്ന് പറയുന്നത്. ഈ ടെസ്റ്റിസ് എന്ന് പറയുന്നത് ഇതേ കണ്ടോ, ട്യൂണിക്ക ആൽബിജിനി ആണ് ഇവനെ എന്ത് ചെയ്യുന്നത്, കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദെൻ ഇതിന്റെ ഉള്ളില് ഓരോ ലൂബ്യൂൾസ് ഉണ്ട്. ഓരോ ലൂബ്യൂൾസിലും ഒരുപാട് ഇതേ കണ്ടോ, ഓരോ പല പല ലോബ്യൂൾസ് ഉണ്ട് കണ്ടോ, കുറെ ലോബ്യൂൾസ് ഉണ്ട്. മൊത്തത്തിൽ കണ്ടോ എന്തോരം ലോബ്യൂൾസ്. ഓക്കെ, ഈ ഓരോ ലോബുൾസും കണ്ടോ, ഓരോ ലോബുകളും എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സെമിനിഫറസ് ട്യൂബിൾസ് ഉണ്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ കേട്ടോ. ഈ ഓരോ ലോബിന്റെ ഉള്ളിൽ കൂടെ ഒരുപാട് സെമിനിഫറസ് ട്യൂബിൾസ് ഉണ്ട്. ഈ സെമിനിഫറസ് ട്യൂബിൾസ് ആണ് എന്തുണ്ടാക്കുന്നത്, സ്പേംസ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു ഏറ്റവും ഫസ്റ്റ് സ്പേം പ്രൈമറി സ്പേം എന്നുള്ള രീതിയിലും, രണ്ടാമത് സെക്കൻഡറിയും, അതേപോലെ തന്നെ മൂന്നാമതാവുമ്പോ സ്പെർമാറ്റിഡ്സ് എന്നുള്ള രീതിയിലും, നാലാമതാവുമ്പോ സ്പേംസ് അല്ലെ, ഏറ്റവും മെച്ചുർ ആയിട്ടുള്ള സ്പേം ആണ് സ്പെർമാറ്റോസോവ എന്നുള്ള രൂപത്തിലുമാണ് വരുന്നത്. ഓക്കെ, അപ്പൊ കണ്ടായിരുന്നല്ലോ ടെസ്റ്റിസ്, ടെസ്റ്റിസിന്റെ കവറിംഗ് ആയ ട്യൂണിക്ക ആൽബിജിനി, പിന്നെ ഒരുപാട് ലോബുകൾ വരുന്നു. ഓരോ ലോബിന്റെ ഉള്ളിലും ഒരുപാട് കൺവല്യൂട്ടഡ് ആയിട്ടുള്ള സെമിനിഫറസ് ട്യൂബിൾസ് വരുന്നു. ഈ ട്യൂബിൾസ് ആണ് സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് സെയിം പിക്ചർ തന്നെയാണ്, ഇച്ചിരിയും കൂടെ ഇതായിട്ട് കൊടുത്തു എന്നുള്ളൂ, കൺഫ്യൂഷൻ അടിക്കണ്ട. ഓക്കെ, എന്താണ് എപ്പിഡൈഡിമിസ്? എപ്പിഡൈഡിമിസ് എന്തായിരുന്നു? എപ്പിഡൈഡിമിസ് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു കുഞ്ഞു 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 നൂലുകളായിട്ട് കിടക്കണുണ്ടോ, അതാണ് ഈ എപ്പിഡൈഡിമിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് എപ്പിഡൈഡിമിസിന്റെ ഹെഡ് എന്നാണ് പറയുന്നത്. ദെൻ അവൻ ഇങ്ങനെ വന്നതേ കണ്ടോ, ഇവിടെ വരുന്നതാണ് ടെയിൽ ഓഫ് എപ്പിഡൈഡിമിസ്. ഓക്കെ, ടെയിൽ ഓഫ് എപ്പിഡൈഡിമിസ്, ഇവിടെ എന്തായിരുന്നു, ഹെഡ് ഓഫ് എപ്പിഡൈഡിമിസ്. അപ്പൊ ഇതിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. കണ്ടോ, ഈ ഒരു എപ്പിഡൈഡിമിസ് എന്താണെന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. Okay, epididymis എന്ന് പറയുന്നത് the sperm that produced from the testis are immature and unable for fertilization. Therefore, the epididymis performs maturations of the sperm during sexual stimulation. Epididymis transports the sperm into the different duct. അല്ലേ, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നോക്കിക്കേ, ഈ ഓരോ ലോബിലും നമ്മൾ പറഞ്ഞായിരുന്നു ഒരുപാട് ലോബ്യൂൾസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഓരോ ലോബ്യൂൾസും ഒരുപാട് കൺവല്യൂട്ടഡ് സെമിനിഫറസ് ട്യൂബൂൾസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ കൺവല്യൂട്ടഡ് സെമിനിഫറസ് ട്യൂബൂൾസ് ആണ് എന്തുണ്ടാക്കുന്നത്, സ്പേം ഉണ്ടാക്കുന്നത്. ഈ സ്പേം ഇവിടെ നിന്ന് ഇങ്ങനെ, ഇപ്പൊ ഈ ഉണ്ടാക്കുന്ന സ്പേം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻമെച്ചുർ ആണ് അല്ലെ. അതിനൊരിക്കലും ഒരു ഫെർട്ടിലൈസേഷൻ ചെയ്ത അടുത്തൊരു ഓഫ് സ്പ്രിങ്, അടുത്തൊരു പാരമ്പര്യം നിലനിർത്താൻ പാകത്തിനുള്ള ഒരു ഓഫ് സ്പ്രിങ് ഉണ്ടാവാനുള്ള ഒരു മെച്യൂരിറ്റി ഒന്നും ആ സ്പേമിന് ആയിട്ടില്ല. അപ്പൊ ഇവന്റെ ധർമ്മം എന്താണ്, ഈ സ്പേം ഒക്കെ ഇവിടെ നിന്ന് വന്ന് ഈ എപ്പിഡൈഡിമിസിന്റെ ഹെഡിന്റെ അവിടെ വന്ന് ഇവനിങ്ങനെ ട്രാൻസ്ഫർ ചെയ്തു പോകും. ആ ഒരു ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഇവന് വളരാനുള്ള ആ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കും ആര്, എപ്പിഡൈഡിമിസ്. അതായിരുന്നു എപ്പിഡൈഡിമിസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലെ. എപ്പിഡൈഡിമിസ് ട്രാൻസ്പോർട്ട്സ് ദ സ്പേം ഇൻ ടു ദി ഡിഫറെന്റ് ഡക്ട് അല്ലെ, ഒരു ടൈം കൊടുക്കുന്നു ഡിഫറെന്റ് ഡക്റ്റിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ആ ഒരു ചെറിയ സമയം കൊണ്ട് അവനുള്ള ഒരു മെച്ചൂരിറ്റിയും ആ ഒരു സമയം കൊണ്ട് വരും. ഓക്കെ, ഡിഫറെന്റ് ഡക്ട്. The different duct transports mature sperm to the urethra, the tube that carries urine or sperm to outside of the body in preparation for ejaculation. അല്ലെ, ഇനി എന്താണ് ഡിഫറെന്റ് ഡക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ കണ്ടായിരുന്നു എപ്പിഡൈഡിമിസിൽ അല്ലെ. എപ്പിഡൈഡിമിസിന്റെ ഇവിടേക്കോ അല്ലെങ്കിൽ ഈ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്, നമ്മളുടെ ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ ഉണ്ടാവുന്ന സ്പേം അവിടുന്ന് ഇൻമെച്ചുർ ആയിട്ടുള്ള സ്പേം എപ്പിഡൈഡിമിസിലേക്ക് എത്തുന്നു. എപ്പിഡൈഡിമിസിൽ വെച്ചിട്ട് അവന്റെ മെച്ചുറേഷൻ കംപ്ലീറ്റ് ആവുന്നു. ദെൻ അവൻ എവിടേക്ക് പോകുന്നു, എവിടേക്കായിരുന്നു പോകുന്നത്,
ഡിഫറെന്റ് ഡക്റ്റിലേക്ക് അല്ലെ, ഡിഫറെന്റ് ഡക്റ്റിലേക്ക് പോകുന്നു. ഓക്കെ, ഡിഫറെന്റ് ഡക്റ്റ് ഈ ഒരു പിക്ചറിൽ ഇല്ല. സോ ഡിഫറെന്റ് ഡക്റ്റിലേക്ക് പോകുന്നു. അതായത് ദേ ഇവിടെയായിരുന്നു എപ്പിഡൈഡിമിസ് ഉണ്ടായിരുന്നത്. ദെൻ അവൻ ഇവിടുന്ന് വന്ന് എവിടേക്ക് പോകുന്നു, ദേ കണ്ടോ, ഡിഫറെന്റ് ഡക്റ്റിലേക്ക് പോകുന്നു. ഈ ഡിഫറെന്റ് ഡക്റ്റിലേക്ക് കണ്ടോ, ഈ ഒരു ഡിഫറെന്റ് ഡക്റ്റിലേക്ക്, ഇതിനെയാണ് കേട്ടോ ഡിഫറെന്റ് ഡക്റ്റ് എന്ന് പറയുന്നത്. ഇവിടം വരെ ഈ ഒരു പാർട്ട് തുടങ്ങി, ഇതെന്തായിരുന്നു, ഹെഡ് ഓഫ് എപ്പിഡൈഡിമിസ് ആയിരുന്നു. ഇത് കഴിഞ്ഞ് ഇവിടം വരെ വന്നപ്പോഴേക്കും ടെയിൽ ഓഫ് എപ്പിഡൈഡിമിസ് ആയി, അത് തീർന്നു. ദെൻ എന്താണിത്, ഡിഫറെന്റ് ഡക്റ്റ്. ഈ ഡിഫറെന്റ് ഡക്റ്റിലേക്ക് എത്തുമ്പോഴേക്കും സ്പേം എന്തായി, മെച്ചോർഡ് ആയി. ദെൻ ഇവനങ്ങ് പാസ് ചെയ്ത് പോയി യുറേത്ര വഴി പുറത്തേക്ക് എത്തും. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ദെൻ ejaculatory duct. Ejaculatory duct എന്തായിരുന്നു? These are formed by the union of the different duct and the seminal vesicles. അല്ലെ, ഡിഫറെന്റ് ഡക്റ്റിന്റെയും സെമിനൽ വെസിക്കിൾസും കൂടെ കൂടിയിട്ട് ഒരുമിച്ച് കൂടുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, ഇജാക്കുലേറ്ററി ഡക്ട്. The ejaculatory duct transport the sperm to the urethra. അല്ലെ, ഈ ഒരു ഇജാക്കുലേറ്ററി ഡക്ട് എന്താ ചെയ്യുന്നത്, പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല, ആ ഒരു സ്പേമിനെ യുറേത്രയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. Urethra. Urethra is a tube that carries urine from the bladder to outside the body. In males, it has the additional function of ejaculate semen when the man reaches orgasm. അല്ലെ, യുറേത്ര എന്ന് പറയുമ്പോൾ യൂറിനും നമുക്ക് അതായത് യൂറിനേഷന് വേണ്ടിയിട്ടും കൂടാതെ ഒരു മെയില് ഒരു ഓർഗാസത്തിൽ എത്തുമ്പോൾ എന്തുണ്ടാവുന്നു, സെമൻ എജാക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ യുറേത്ര യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആക്സസറി ഗ്ലാൻസ്. ആക്സസറി ഗ്ലാൻസ് എന്താ, കുറച്ച് നമ്മൾ പറയില്ലേ, മൊബൈൽ വാങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ആക്സസറീസ് എന്ന് പറയില്ലേ, നമ്മളുടെ മൊബൈലിന്റെ റീചാർജ് മീൻസ് ചാർജ് ചെയ്യുന്ന ചാർജർ, അതുപോലെ ഹെഡ്ഫോണ്, അങ്ങനെ കുറച്ച് ആക്സസറീസ് പോലെ തന്നെ ഈ ഒരു കുറച്ച് ആക്സസറി ഗ്ലാൻസ് ഉണ്ട്. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു, സെക്രീറ്റ് ദ ലിക്വിഡ് പോർഷൻ, അല്ലെ, ഒരു ലിക്വിഡ് എന്തിനു വേണ്ടിയിട്ടാ നമ്മൾ പറഞ്ഞായിരുന്നു, നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്തായിരുന്നു, ടെസ്റ്റിസിലെ സ്പേം പ്രൊഡക്ഷനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. വെറുതെ ഒരു സ്പേം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അവിടുന്ന് സഞ്ചരിച്ച് ഇവിടം വരെ എത്തുവോ, ഇല്ല. അവര് ഒരു സ്പേമിനാണെങ്കിലും അതിനും ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ന്യൂട്രീഷൻസ് വേണം, അതിന് മൂവ്മെന്റിനുള്ള, അല്ലെ, അതൊരു പുഴു പോലെയാണ് ഇരിക്കുന്നത്. അപ്പൊ അതിന് മൂവ് ചെയ്യാനുള്ള ആ ഒരു ലിക്വിഡ് വേണം, ഒരു ഇമ്മോളിയന്റ് ആയിട്ട് നിൽക്കണം. സോ ആ ആക്സസറി ഗ്ലാൻസിന്റെ പണി എന്താണ്, ഒരു ലിക്വിഡ് പോർഷൻ ഉണ്ടാക്കും. ഒരു സെമൻ എന്ന് പറയുന്നത് സ്പേം മാത്രമല്ല, അല്ലെ, അതൊരു ലിക്വിഡ് ആണ്. സോ ആ ഒരു ലിക്വിഡ് ഉണ്ടാക്കുന്നത് ഈ ആക്സസറി ഗ്ലാൻസ് ആണ്. ഇനി എന്താണ്, എന്നിട്ട് ഈ സ്പേം എന്ത് ചെയ്യുന്നു, ആ ഒരു ഇജാക്കുലേഷന്റെ സമയത്ത് ഈ ഒരു സ്പേമിന്റെ കൂടെ ഈ ഒരു ലിക്വിഡും കൂടെ കൂടുമ്പോഴാണ് അവൻ സെമൻ ആവുന്നത്. ഓക്കെ, അപ്പൊ എന്നിട്ട് എന്തുണ്ടാവുന്നു, ഇജാക്കുലേഷന്റെ സമയത്ത് ഇത് പുറത്തു പോകുന്നു. ഓക്കെ, അപ്പൊ ഈ ആക്സസറി ഗ്ലാൻസ് എന്തൊക്കെയായിരുന്നു, സെമിനൽ വെസിക്കിൾസ്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, ബൾബോ യുറേത്രൽ ഗ്ലാൻഡ്. ഈ 3 പേരാണ് നമ്മുടെ ആക്സസറി ഗ്ലാൻസ് എന്ന് പറയുന്നത്. എന്തൊക്കെയായിരുന്നു, സെമിനൽ വെസിക്കിൾസ്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ആൻഡ് ബൾബോ യുറേത്രൽ ഗ്ലാൻഡ്. ഇതൊക്കെയായിരുന്നു എന്ത്, ബൾബോ യുറേത്രൽ ഗ്ലാൻഡ് കണ്ടല്ലോ, ബൾബോ യുറേത്രൽ ഗ്ലാൻഡ്, അതായത് സെമിനൽ വെസിക്കിൾസ്, ഇവിടെ ഇരിക്കുന്ന സെമിനൽ വെസിക്കിൾസ്, ദെൻ ബൾബോ യുറേത്രൽ ഗ്ലാൻഡ്, ദെൻ എന്തായിരുന്നു, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. ദേ കണ്ടോ, ഈ യുറേത്രയുടെ അപ്പുറം ഇരിക്കുന്നതാണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. ദേ ഈ ഒരു വട്ടം പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, ദെൻ ഈ ഇരിക്കുന്ന സെമിനൽ വെസിക്കിള്, ഈ ഒരു കുഞ്ഞൊരു ബൾബോ യുറേത്ര. ഇവന്മാര് 3 പേര് എന്താ ചെയ്യുന്നത്, ഇവിടെ നിന്ന് കയറി വരുന്ന ആ ഒരു സ്പേമിനെ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി വരുന്ന ആ ഒരു സ്പേമിനെ ഇവിടെ എത്തുമ്പോഴേക്കും സെക്രീഷൻസ് പ്രൊഡ്യൂസ് ചെയ്ത അവന്മാരെ ശക്തരാക്കുന്നത് ഇവന്മാരാണ്, സെമിനൽ വെസിക്കിൾ, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ആൻഡ് ബൾബോ യുറേത്ര ഗ്ലാൻഡ്. ഓക്കെ, എന്താണ് സെമിനൽ വെസിക്കിൾസ്? സെമിനൽ വെസിക്കിൾസ് നമ്മൾ പറഞ്ഞായിരുന്നു. സെമിനൽ വെസിക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സാക്ക് ലൈക്ക് ഒരു പൗച്ചാണ്. അത് വാസ് ഡിഫറൻസുമായിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പൗച്ചാണ്. ഇവനെന്താ ചെയ്യുന്നത്, ഇവന്മാര് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫ്രക്ടോസ് റിച്ച് ആയിട്ടുള്ള, അല്ലെ, ഷുഗർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഫ്രക്ടോസ് റിച്ച് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ആണ് ഇവന്മാര് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാ, ആ ഒരു സ്പേമിന്റെ എനർജിക്ക് വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, സ്പേം ആണെങ്കിലും വയബിൾ ആണ്, അല്ലെ, ജീവനുള്ളതാണ്. അവന്മാർക്കാണെങ്കിലും ജീവിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം, ന്യൂട്രീഷൻ വേണം. സോ ഈ സെമിനൽ വെസിക്കിൾ ഫ്രക്ടോസ് റിച്ച് ആയിട്ടുള്ള ഫ്ലൂയിഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇവന്മാർക്ക്, ഈ ഒരു സ്പേമിന് എനർജി കിട്ടാനും അവന്മാർക്ക് വളരെ നന്നായിട്ട് മൂവ് ചെയ്യാനും ഈ ഒരു ഫ്രക്ടോസ് റിച്ച് ആയിട്ടുള്ള
ഫ്ലൂയിഡ് സഹായിക്കും. അത് ആരായിരുന്നു പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സെമിനൽ വെസിക്കിൾ. ഓക്കെ. ഇനി പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എന്തായിരുന്നു? പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യൂറിനറി ബ്ലാഡറിന്റെ തൊട്ട് താഴെയായിട്ട് തൊട്ട് താഴെയായിട്ട് ആ യുറേറ്ററിന്റെ രണ്ട് സൈഡിലായിട്ട് ഇരിക്കുന്ന ഗ്ലാൻഡ് ആണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് സെഗ്രിഗേറ്റ് ദ സെമൻ ടു പെർമിറ്റ് സ്പേം മോട്ടിലിറ്റി. ഇവനാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു സെമൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? സ്പേമിന്റെ മോട്ടിലിറ്റിക്ക് വേണ്ടിയിട്ട്. അതായത് അവന്മാര് ഈസി ആയിട്ട് മൂവ് ചെയ്ത് അങ്ങ് ഒഴുകി മൂവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഉണ്ടാക്കുന്നത്. സെമിനൽ വെസിക്കിൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അവന്മാരെ എനർജി കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? മൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത്. ബൾബോ യുറേത്ര ഗ്ലാൻഡ്സ്. ഓക്കെ. ഈ ബൾബോ യുറേത്ര ഗ്ലാൻഡ്സിന് നമ്മള് വേറൊരു പേരും കൂടി ഉണ്ട്, കൗപ്പേഴ്സ് ഗ്ലാൻഡ്സ്. കൗപ്പേഴ്സ് ഗ്ലാൻഡ്സ് എന്നുള്ള പേരും കൂടി ഉണ്ട്. അതെന്ന് പറയുന്നത് യുറേത്രയുടെ അല്ലെ തൊട്ട് സൈഡിലായിട്ടാണ് നമ്മുടെ യുറേത്രയുടെ തൊട്ട് താഴെ സൈഡിലായിട്ടാണ് ബൾബോ യുറേത്ര ഗ്ലാൻഡ്സ് ഇരിക്കുന്നത്. അതായത് പറഞ്ഞു വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്സിന്റെ തൊട്ട് താഴെയായിട്ട് നോക്കിക്കേ, കണ്ടോ? പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്റെ തൊട്ട് താഴെയായിട്ടിരിക്കുന്ന ഈ ഒരു സാധനമാണ് നമ്മുടെ ബൾബോ യുറേത്ര ഗ്ലാൻഡ്. ഓക്കെ. ബൾബോ യുറേത്ര ഗ്ലാൻഡ് അതായത് പറഞ്ഞു വരുമ്പോ യുറേത്ര കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് വരും പ്രോസ്റ്റേറ്റിന്റെ. ഇത് യുറേത്രയുടെയും പ്രോസ്റ്റേറ്റിന്റെ ഇടയിലായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസ്റ്റേറ്റ് കഴിഞ്ഞ് തൊട്ട് താഴെയായിട്ട് വരുന്നതാണ് ഈ ബൾബോ യുറേത്ര ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത്. ഈ ഇതെന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ക്ലിയർ ആയിട്ടുള്ള സ്ലിപ്പറി ഫ്ലൂയിഡ് ആണ് ഇവര് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ? യുറേത്രയെ കൂടെ ഡയറക്റ്റ്ലി പ്രൊഡ്യൂസ് ചെയ്യാണ്. ഓക്കെ. ഡയറക്ട്ലി ഏത്? ഈ ബൾബോ യുറേത്ര ഗ്ലാൻഡ്സ് യുറേത്രയെ കൂടെ ക്ലിയർ ആയിട്ടുള്ള സ്ലിപ്പറി ആയിട്ടുള്ള ഫ്ലൂയിഡ് ആണ് എന്ത് ചെയ്യുന്നത്? പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ആ ഒരു യുറേത്ര lubricate ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കൂടാതെ to neutralize any acidity that may be present due to residual drops of urine in the urethra. അതായത് ഇപ്പൊ അവിടെ ഒരു മെയില് യൂറിൻ പാസ് ചെയ്തതിന് ജസ്റ്റ് ആഫ്റ്റർ ആണ് ഒരു ഇത് മീൻസ് ആ ഒരു നമ്മൾ പറയുന്ന പോലെ എന്താ സംഭവം ഉണ്ടാവുന്നതെങ്കിൽ എന്തുണ്ടാവും? അവിടെ ഒരു കുറച്ച് യൂറിൻ ഇരിപ്പുണ്ടാവും അല്ലെ? അപ്പൊ ആ ഒരു യൂറിൻ അവിടുത്തെ ആ യൂറിൻ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു യൂറിന്റെ ഇത് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബൾബോ യുറേത്ര ഗ്ലാൻഡ്സ് ഒരു ക്ലിയർ ആയിട്ടുള്ള ഫ്ലൂയിഡ് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു യൂറിന്റെ ആ ഒരു പ്രസൻസ് ഉള്ളത് കൊണ്ട് സ്പേം എന്തുണ്ടാവുന്നു? നശിച്ചു പോകും. സോ അപ്പൊ എന്തുണ്ടാവുന്നു? അവിടെ സ്പേം വരുന്നതിന് മുമ്പേ ഈ ബൾബോ യുറേത്ര ഗ്ലാൻഡ്സ് ക്ലിയർ ആയിട്ടുള്ള ഒരു സ്ലിപ്പറി ഫ്ലൂയിഡ് ഉണ്ടാക്കി അത് പുറത്തേക്ക് വരുന്നത് വഴി ഏറ്റവും ഫസ്റ്റ് ഒരു ക്ലിയർ ഫ്ലൂയിഡ് വരും. അപ്പൊ ആ ഫ്ലൂയിഡ് വരുമ്പോ ഈ യൂറിൻ അങ്ങ് ന്യൂട്രലൈസ് ചെയ്തു പോകും. ഓക്കെ. സോ സ്പേമിന് വരുമ്പോ ഒന്നും പേടിക്കാതെ ആരും കൊല്ലാനില്ല എന്നുള്ള ധൈര്യത്തിൽ ഇങ്ങ് വരാം. ഓക്കെ. ഇനി എന്താണ് ഈ സെമൻ? സെമൻ എന്ന് പറയുന്നത് എന്താണ്? സെമൻ എന്ന് പറയുന്നത് ഒരു ആൽക്കലൈൻ മിൽക്കി തിക്കി ഫ്ലൂയിഡ് ആണ് ഈ സെമൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇതുപോലെ തന്നെ ഇത് എന്തൊക്കെയാ ഉള്ളത്? അത് ഇറ്റ് കണ്ടെയ്ൻസ് എ മിക്സ്ചർ ഓഫ് സ്പേം ഉണ്ട്, സെക്രീഷൻസ് ഫ്രം ദി സെമിനൽ വെസിക്കിൾസ് നിന്നുള്ള സെക്രീഷൻസ് ഉണ്ട്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്സിൽ നിന്നുള്ള സെക്രീഷൻസ് ഉണ്ട്, ബൾബോ യുറേത്ര ഗ്ലാൻഡ്സിൽ നിന്നുള്ള സെക്രീഷൻസ് ഉണ്ട് അല്ലെ? ഇതെല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരു മിക്സ്ചർ ആണ് ഈ ഒരു സെമൻ എന്ന് പറയുന്നത്. ഈ ഒരു എന്തായിരുന്നു? സെമൻ ട്രാൻസ്പോർട്സ് അല്ലെ? Provide nutrients to the sperm in the male urethra and female vagina. It provides a transport medium for the swimming sperm. അല്ലെ? ഒരു സെമൻ എന്ന് പറയുന്നത് അത് ട്രാൻസ്പോർട്ട് ചെയ്യാണ് നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നിന്നും സ്പേമിനെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലേക്കും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഒരു പരിധി വരെ ഈ സെമൻ സ്പേമിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. ടിപ്പിക്കലി ഏകദേശം ഒരു 2.5 to 5 ml വോളിയം ആണ് ഒരു സെമൻ ഒരു അറ്റ് എ ടൈം ഉണ്ടാവുന്നത്. ഓക്കെ. 2.5 to 5 ml വോളിയം. അതുപോലെ തന്നെ ഒരു നോർമൽ സ്പേം കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ 50 തുടങ്ങി 150 മില്യൺസ് ആണ്. ഒന്ന് ഓർത്ത് നോക്കി, 150 മില്യൺസ് ആണ് പെർ 1 ml കേട്ടോ. അപ്പൊ ഏകദേശം ഒന്ന് ഓർത്ത് നോക്കിയേ,
ഏകദേശം 2.5 to 5 ml വോളിയം ഉണ്ട്. അതേപോലെ തന്നെ സ്പേമിന്റെ കൗണ്ട് എന്ന് പറയുന്നത് 50 തുടങ്ങി 150 മില്യൺസ് ആണ്. ഓക്കെ, composition of semen. The semen comprise of fructose, antibiotic seminal plasmin, hyaluronidase enzymes, and acid phosphatase enzyme, prostaglandins, lysozymes, citric acid, and certain clotting factors. ഒരു സെമൻ എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? ഫ്രക്ടോസ് ഉണ്ട്, ആന്റിബയോട്ടിക് സെമിനൽ പ്ലാസ്മിൻ ഉണ്ട്, ഹൈലോറിനിഡൈസ് ഉണ്ട്, ഹൈലോറിനിഡൈസ് എൻസൈംസ് ആണ്, എന്താണ് ആസിഡ് ഫോസ്ഫറ്റൈസ് എൻസൈം ഉണ്ട്, പ്രോസ്റ്റോഗ്ലാൻഡിൻസ് ഉണ്ട്, ലൈസോസൈൻസ് ഉണ്ട്, സിട്രിക് ആസിഡ് ആൻഡ് സർട്ടൻ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ഇനി താഴെ കൊടുത്തിരിക്കുന്നത് ഒരു സ്പേമിന്റെ ഒരു സ്ട്രക്ചർ ആണ്. അപ്പോ ഒരു സ്പേം എന്ന് പറയുന്നത് കണ്ടോ, ഇത് ഇങ്ങനെ ഒരു ഹെഡ്, ഒരു മൊന പോലെയുള്ള ഒരു ഹെഡും പിന്നെ ഒരു വാലൊക്കെ ആയിട്ടുള്ള ഒരു ഇതാണ്. അതിന് 3 പാർട്ടായിട്ടുള്ളത് ഹെഡ്, മിഡിൽ പീസ് ആൻഡ് ടെയില്. ഈ ഹെഡിൽ ഒരു അക്രോസോം ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്, സെൻട്രിയോൾ ഉണ്ട്. കണ്ടോ, സെൻട്രിയോൾ ഉണ്ട്. ഓക്കെ, പിന്നെ ഈ വാല് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഇവന്മാരുടെ മൂവ്മെന്റിന് വേണ്ടിയിട്ട്. ഓക്കെ, ഈ ഹെഡാണ് ഓവോ ആയിട്ട് ഫെർട്ടിലൈസ് ചെയ്യുമ്പോൾ ഇവനിൽ നിന്നാണ് ഈ അക്രോസോമും ന്യൂക്ലിയസും ഒക്കെ ഇവനാണ് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സ്പേം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു, അതൊരു പ്യൂബേർട്ടി ഒക്കെ ആവുമ്പോ ഏകദേശം ഒരു 10-10ാമത്തെ വയസ്സ് മുതല് ഏകദേശം പറയുവാണെങ്കിൽ 10 അല്ലെങ്കിൽ 14 വയസ്സിന്റെ ഇടയ്ക്ക് ഈ സ്പേം പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ പറഞ്ഞായിരുന്നു മില്യൺസ് ഓഫ് സ്പേം ആണ് എന്തുണ്ടാവുന്നത്? ഒരു ദിവസം ഒരു ടെസ്റ്റിസിൽ ഉണ്ടാവുന്നത്. അതില് മെച്യൂർ ചെയ്യുന്നത് ഏകദേശം 300 മില്യൺസ് ഒരു ദിവസം മെച്യൂർഡ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ദിവസം ഇവൻ റിലീസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു 48 മണിക്കൂറിൽ കൂടുതലൊന്നും അത് സർവൈവ് ചെയ്യില്ല ഒരു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തില്, അല്ലെ? ഏകദേശം ഒരു 2 മണിക്കൂർ, 2 ദിവസം, അതിൽ കൂടുതലൊന്നും ഇല്ല. നമുക്കൊരു 2 അല്ലെങ്കിൽ 2 തുടങ്ങി ഒരു 3 ദിവസം വരെ എന്ന് പറയാം. ഓക്കെ, അത് 2 തുടങ്ങി ഒരു 3 ദിവസം വരെ, 2 അല്ലെങ്കിൽ 3 ദിവസത്തിൽ കൂടുതല് ഇവൻ ഈ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തില് ജീവിച്ചിരിക്കില്ല. അതിന് അത്രയുള്ള ആയുസേ ഉള്ളൂ. ഈ ഒരു സ്പേമിന് 3 പോർഷൻസ് ആണുള്ളത്. ഞാൻ നേരത്തെ കാണിച്ചു തന്നായിരുന്നു. ഹെഡ് ഉണ്ട്, മിഡ് പീസ് ഉണ്ട്, അതുപോലെ തന്നെ ടൈൽ ഉണ്ട്. അങ്ങനെ 3 പീസസ് ആണ് ഇവനുള്ളത്. ഹെഡില് ഒരു ന്യൂക്ലിയർ മെറ്റീരിയൽ ഉണ്ട്, DNA അല്ലെ, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് അല്ലെ, ഒരു ന്യൂക്ലിയർ മെറ്റീരിയൽ ഉണ്ട്. അതല്ല ലൈസോസോമിന്റെ പോലെ ഇരിക്കുന്ന കുറച്ച് സ്ട്രക്ചർ, അതായത് നമ്മുടെ അക്രോസോം, അതൊക്കെ ഞാൻ കാണിച്ചു തരുന്നു. കണ്ടോ, കണ്ടോ, അക്രോസോം ഉണ്ട്, കണ്ടോ ഇവിടെയായിട്ട് അക്രോസോം ഉണ്ട്, ഒരു ന്യൂക്ലിയസ് ഉണ്ട്, സെൻട്രിയോൾ ഉണ്ട്, ദെൻ മൈറ്റോകോൺട്രിയ. നമ്മൾ കുറച്ച് ഓക്കെ, ഇവിടെയായിട്ട് ഒരു മൈറ്റോകോൺട്രിയ ഉണ്ട്. ഈ ഒരു ഇത്രയും പോർഷന് നമ്മൾ മിഡിൽ പീസ് എന്നും ബാക്കിനെ നമ്മൾ ടെയിൽ എന്നൊക്കെ പറയും. ഓക്കെ, ഇനിയും ആ ഒരു അല്ലെ, ആ ഒരു എൻസൈംസ് ഒക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഹൈലോറിനിഡൈസ് എൻസൈംസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. പ്രോട്ടീനേസസ് ഒക്കെ പറഞ്ഞായിരുന്നു. ഇതൊക്കെ എന്ത് ചെയ്യുന്നു? ഇതാണ് നമ്മളുടെ ഈ ഒരു ഹെഡ്, നമ്മുടെ ഈ ഹെഡാണ് ഫീമെയിൽ എഗിന്റെ ഫീമെയിൽ എഗിലേക്കുള്ള പെനട്രേഷനിലേക്ക് സഹായിക്കുന്നത് ഈ ഒരു ഹെഡാണ്. കണ്ടോ, ഈ കൂർത്തിരിക്കുന്ന ഈ ഒരു ഹെഡ്. ഓക്കെ, ദെൻ മിഡ് പീസ് എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയ. ഞാൻ പറഞ്ഞായിരുന്നു, ഇവിടത്തെ കണ്ടോ മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ മൈറ്റോകോൺട്രിയ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഒരു ATP സിന്തസിസ്, അതുപോലെ തന്നെ എനർജി, സ്പേമിന് കുറച്ച് എനർജി കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇവിടെ ഒരു മൈറ്റോകോൺട്രിയ ഒക്കെ വെച്ചിരിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലേക്കൊക്കെ വരുമ്പോ ഈ സെമനൊക്കെ പലപ്പോഴും അല്ലെ അതിന്റെ ആ ഒരു ഇതൊക്കെ പോയിന്ന് വരും. അപ്പൊ ഇവർക്ക് സെൽഫ് ആയിട്ടുള്ള കുറച്ച് എനർജി വേണം. അതുകൊണ്ടാണ് ഈ മൈറ്റോകോൺട്രിയാണ് ഇവർക്ക് സെൽഫ് എനർജി ഒക്കെ ഉണ്ടാക്കാൻ സഹായിക്കുന്നത്. ഓക്കെ, ഈ ടെയിൽ എന്ന് പറയുന്നത്, ഈ വാൽ എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു? ഈ വാൽ എന്ന് പറയുന്നത് ഇവന്മാർക്ക് ഓടാൻ വേണ്ടിയിട്ട്, അല്ലെ, പോവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പറഞ്ഞായിരുന്നു, ഒരു ഏകദേശം ഒരു ആവറേജ് എടുക്കാറുണ്ടെങ്കിൽ ഒരു 50 തൊട്ട് 100 മില്യൺ എന്ന് പറയാം, അല്ലെങ്കിൽ 50 തുടങ്ങി 150 മില്യൺ ml സ്പേം ആണ് ഒരു ml ഉള്ളത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കാണാം. ക്വസ്റ്റ്യൻസ് സോറി. ഓക്കെ,
അപ്പൊ എന്താണ് ഒരു ഓക്കെ, പ്യൂബർട്ടി എന്ന് പറയുന്നത് എന്താ? പ്യൂബർട്ടി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു, പ്യൂബർട്ടി ഇസ് ദ ഡെവലപ്മെന്റ് ഓഫ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ. ഒരു പ്രായപൂർത്തിയാവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡറി റിപ്രൊഡക്റ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉണ്ടാവുന്നതിനെയാണ് നമുക്ക് പ്യൂബർട്ടി എന്ന് പറയുന്നത്. അത് ഏകദേശം ഒരു 14-15 വയസ്സിലാണ് ഈ ഒരു ആമ്പിള്ളാരിൽ ഉണ്ടാവുന്നത്. അപ്പൊ എന്തുണ്ടാവുന്നു, അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗൊണാഡോട്രോഫിൻസും അതുപോലെ തന്നെ ഫോളിക്കുലർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസും ലൂട്ടറൈസിങ് ഹോർമോൺസും ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺസിന്റെ ഒക്കെ ഇതുകൊണ്ടാണ് എന്ത് നമ്മളുടെ ഈ ഒരു സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ ആ ഒരു മെച്യൂരിറ്റിയുടെ സമയത്ത് എന്തൊക്കെയാ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവുന്നു, സ്പേം ടെസ്റ്റിസിന്റെ ഉള്ളിലുള്ള സ്പേമിന്റെ പ്രൊഡക്ഷൻ കൂടുന്നു. അതുപോലെ തന്നെ ടെസ്റ്റിസും പെനിസും ഒക്കെ വലുതാകുന്നു. അത് സൈസിന്റെ കാര്യത്തിലാണെങ്കിലും അല്ലെ, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡും സെമിനൽ വെസിക്കിൾസും ബൾബോ യൂറേറ്റർ ഗ്ലാൻഡ്സും ഒക്കെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ ലാറിങ്സും അതേപോലെ തന്നെ നമ്മുടെ ലാറിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വോയിസ് ബോക്സ് ഒക്കെ എന്തുണ്ടാവുന്നു, എൻലാർജ്ഡ് ആവുന്നു. അതേപോലെ തന്നെ നമ്മുടെ വോക്കൽ കോഡ്സ് ഒക്കെ നല്ല കട്ടി വരുന്നു. അപ്പൊ ഇവന്മാർക്കൊക്കെ നല്ല ഭയങ്കര ഹാർഡ് ആയിട്ടുള്ള വോയിസ് ഒക്കെ ഉണ്ടാവുന്നു. അതായിരുന്നു ആ ഒരു പ്യൂബർട്ടിയിൽ ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി എന്തുണ്ടാവുന്നു, ഫേസിലും ചെസ്റ്റിലും അണ്ടർആംസിലും അബ്ഡോമിനിലും പ്യൂബിസിലും ഒക്കെ ഹെയർസ് അല്ലെ ഗ്രോത്ത് ഉണ്ടാവുന്നു. മസിൽസും ബോണൊക്കെ ഒന്നും കൂടി ഹൈറ്റും വെയിറ്റും ഒക്കെ നന്നായിട്ട് ഉമാരി വെക്കും. ദെൻ പ്രോട്ടീൻസ് മസിൽസിലൊക്കെ സ്കെൽറ്റനിലൊക്കെ പ്രോട്ടീൻ സിന്തസിസ് ഒക്കെ നടന്ന എന്തുണ്ടാവുന്നു, ഇച്ചിരി കൂടി മസിൽസ് ദൃഢഗാത്രരായിട്ട് ഉമാര് മാറും. ഓക്കെ, ആര്? ഈ ആമ്പിള്ളാർ. ഓക്കെ, അതേപോലെ തന്നെ സ്കിന്നൊക്കെ ഒന്നും കൂടി തിക്കൻ ചെയ്ത് ഒന്നും കൂടി എന്തുണ്ടാവുന്നു, ഇച്ചിരിയും കൂടി ഓയിലി ആവും. കാരണം എന്താ, ഇച്ചിരിയും കൂടി ഈ സെബം സ്കിന്നിലെ സെബം ഒക്കെ ഹൈലി പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ സ്കിന്നൊക്കെ ഒന്നും കൂടി ഓയിലി ആവും. ഓക്കെ, അതേപോലെ തന്നെ ചില പിള്ളേരിൽ ഇങ്ങനെ ഇത്രയും ഹോർമോണൽ ചേഞ്ചസും ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് അഗ്രസീവ് ബിഹേവിയർ കാണിക്കും പ്യൂബർട്ടിയിൽ. അതേപോലെ തന്നെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും ഒക്കെ ഇത് എന്താ, ഇറ്റ് കൺട്രോൾസ് ദ ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് ആൻഡ് മെയിൻറ്റെയിൻസ് ഓഫ് ദി മെയിൽ സെക്സ് ഓർഗൻസ് ആൻഡ് ഇറ്റ് സ്റ്റിമുലേറ്റ്സ് സെക്സ് ഡ്രൈവ് ആൻഡ് ഡിസയർ. അത് മാത്രല്ല, ആ ഒരു ടൈമിൽ പ്യൂബർട്ടിയുടെ ആ ഒരു ടൈം ആവുമ്പോഴേക്കും അല്ലെ നമുക്കൊരു സെക്സ് ഡിസയർ ഒക്കെ വരും അല്ലെ. എന്താണ്, ഓപ്പോസിറ്റ് സെക്സിനെ കുറിച്ച് അറിയാനുള്ള ഒരു ആക്രാന്തവും ഒരു ഡിസയർ ഒക്കെ വരും. അതൊക്കെ ഈ ഒരു പ്യൂബർട്ടി ആ ഒരു സ്റ്റേജിലാണ്. ഇനി എന്തൊക്കെ ഡിസോർഡേഴ്സ് ആണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നോക്കി പോയാൽ മതി. നമുക്ക് ഒരു മെയിൽ ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം അല്ലെ, മെയിൽ ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അടുത്തൊരു ഓഫ് സ്പ്രിങ് ഉണ്ടാവുന്നില്ല. ആ ഒരു ഇതിനെയാണ് നമ്മൾ മെയിൽ ഇൻഫെർട്ടിലിറ്റി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു ക്ലാസ്സിൽ എടുക്കാം. ഇമ്പോർട്ടൻസി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, ഒരു പെനിസിന് ഇറക്റ്റഡ് ആവുന്നില്ല. അപ്പൊ എന്തുണ്ടാവുന്നു, അതിനെയാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആണ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. അപ്പൊ എല്ലാവരും പേനയും പേപ്പറും ഒക്കെ എടുത്തിട്ട് ഇതുവരെയുള്ള ക്ലാസ് ഒക്കെ എഴുതിയെടുത്തു ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, സോ what is the primary functions of the male reproductive system? ഒരു മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ പ്രൈമറി ഫങ്ഷൻസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. 4 ഒബ്ജക്റ്റീവ് ടൈപ്സ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് കൊടുത്തിട്ടുണ്ട്. അതില് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ടു പ്രൊഡ്യൂസ് സ്പെർം ആൻഡ് ഡെലിവർ ദം ഫോർ ഫെർട്ടിലൈസേഷൻ. പ്രൈമറി ഫങ്ഷൻ ആണ് ചോദിച്ചത്. എന്തായിരുന്നു? സ്പെർം പ്രൊഡ്യൂസ് ചെയ്യാം, ഫെർട്ടിലൈസേഷന് വേണ്ടിയിട്ട് അത് ഡെലിവർ ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, where does spermatogenesis occur in the male reproductive system? എവിടെ വെച്ചിട്ടാണ് spermatogenesis ഉണ്ടാവുന്നത്? എവിടെ വെച്ചിട്ടായിരുന്നു? ടെസ്റ്റിസ്. എവിടെ വെച്ചിട്ടായിരുന്നു? ടെസ്റ്റിസിനുള്ളിലെ സെമിനിഫറസ് ട്യൂബുൾസിൽ വെച്ചിട്ടായിരുന്നു. സോ സെമിനിഫറസ് ട്യൂബുൾസ് ഇവിടെ കൊടുത്തിട്ടില്ല, ടെസ്റ്റിസ് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ എന്ത് എഴുതണം? ടെസ്റ്റിസ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റോൾ ഓഫ് ദി സ്ക്രോട്ടം? സ്ക്രോട്ടത്തിന്റെ റോൾ എന്തായിരുന്നു? നമ്മൾ പലവട്ടം പറഞ്ഞായിരുന്നു, ടു റെഗുലേറ്റ് ദ ടെമ്പറേച്ചർ ഓഫ് ദി ടെസ്റ്റിസ്. ഏകദേശം എത്രയായിരുന്നു അവർ റെഗുലേറ്റ് ചെയ്യേണ്ടിയിരുന്നത്? ഏകദേശം 96 ഡിഗ്രി ഫാരൻഹീറ്റ് ആയിരുന്നു റെഗുലേറ്റ് ചെയ്യേണ്ടിയിരുന്നത് അല്ലെ.
Then, which part of the male reproductive system is responsible for the maturation of sperm? ഏതാണ് നമ്മൾ പറഞ്ഞായിരുന്നു ആരായിരുന്നു സ്പേമിനെ മെച്ചുറേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നത്? നമ്മുടെ സെമിനിഫറസ് ട്യൂബിൾസിൽ വെച്ചിട്ടുണ്ടാവുന്ന സ്പേം വന്ന് എപ്പിഡൈഡിമിസിനാണ് വരുന്നത് അല്ലേ? ഞാൻ കാണിച്ചു തന്നായിരുന്നു ഹെഡും ടെയിലും ഒക്കെ. ആ എപ്പിഡൈഡിമിസിൽ വെച്ചിട്ടായിരുന്നു ഇവൻ സ്പേം മെച്ചുർ ചെയ്ത് പിന്നെ നമ്മുടെ ഡക്ടസിലേക്ക് പോകുന്നത്. ഓക്കെ, what is the primary function of the seminal vesicle? Seminal vesicle primary function എന്തായിരുന്നു? To produce fructose അല്ലെ? ഈ സെമിനൽ വെസിക്കിൾ എന്താണ് ഉണ്ടാക്കുന്നത്? ഫ്രക്ടോസ്. ഫ്രക്ടോസ് റിച്ച് ആയിട്ടുള്ള ഫ്ലൂയിഡ് ആണ് ഉണ്ടാക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? അവന്മാരുടെ ആ ഒരു എനർജിക്ക് വേണ്ടിയിട്ടും മോട്ടിലിറ്റിക്ക് വേണ്ടിയിട്ടും അല്ലെ? Then, which gland produces a clear slippery fluid? That urethra, that okay. Fluid that neutralizes acidity in the urethra. നമ്മൾ പറഞ്ഞായിരുന്നു യൂറിനെയൊക്കെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബൾബ് യൂറിത്ര ഗ്ലാൻസ് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ഏറ്റവും ഫസ്റ്റ് സെക്രീഷൻസ് ആയിട്ട് വരുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അതാ അപ്പൊ ആരായിരുന്നു? ബൾബ് യൂറിത്ര ഗ്ലാൻഡ് അല്ലെ? What does the acrosome in the sperm head contain? അല്ലെ, what does the acrosome in the sperm head contain? എന്തായിരുന്നു? enzymes that aid in fertilization അല്ലെ? acrosomes എന്തായിരുന്നു ഉണ്ടായിരുന്നത്? enzymes, fertilization വേണ്ടിയിട്ടുള്ള enzymes. Okay, during puberty what hormone stimulates the production of sperm? ഈ ഒരു pubertyയുടെ സമയത്ത് ഏത് ഹോർമോൺ ആണ് സ്പേമിന്റെ പ്രൊഡക്ഷന് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്? ടെസ്റ്റോസ്റ്റിറോൺ. Okay. What is the normal sperm count in the healthy male? എത്രയായിരുന്നു? 50 തുടങ്ങി 150 മില്യൺ per 1 ml. ഓക്കെ, അപ്പൊ എത്ര പ്രീഷ്യസ് ആണെന്ന് നോക്കിക്കേ. ഒരു ഫീമെയിലിന്റെ എഗ് നമ്മൾ ഒരു മാസം വെയിറ്റ് ചെയ്തിരുന്ന നമുക്ക് കിട്ടുന്നത് ഒരു എഗ്. ഇവർക്കോ ഒരു പെർ ഡേ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര മില്യൺസ് ആ നോക്കിക്കേ. അയ്യോ. Okay, then 10th question. What is the male infertility commonly associated with? എന്തായിരുന്നു? Low sperm count below 20 million per ml of semen. അല്ലെ? ഒരു കോമൺ ആയിട്ടുള്ള ഒരു മെയിൽ ഇൻഫെർട്ടിലിറ്റിയുടെ കാരണം എന്ന് പറയുന്നത് ലോ സ്പേം കൗണ്ട് ആണ്. ലോ സ്പേം കൗണ്ട് കണ്ടോ? 20 മില്യൺ പെർ ml. ഒരു ml 20 മില്യൺ ഉണ്ടായിട്ട് വരേക്കും ലോ സ്പേം കൗണ്ട്. അപ്പൊ ഒരു ലേഡീനെ എടുത്തു നോക്കിക്കേ, ഒരു മാസം കൊണ്ട് ഉണ്ടാവാൻ പോകുന്നത് ഒരു എഗ്. ആ ഒരു എഗ്ഗും കൊണ്ടാണ്. അപ്പൊ നോക്കി നമ്മുടെയൊക്കെ എത്ര പ്രീഷ്യസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്കിനി അടുത്ത സെക്ഷൻ എന്തായിരുന്നു? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. കാണുന്നത് വരേക്കും ബായ്. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ.